മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇന്ന് സുന്ദരമായ ഒരു ചരിത്രം പിറന്നിരിക്കുന്നു. കേരള നിയമസഭയിൽ പൂർണ്ണതയോടുകൂടിയിട്ടുള്ള ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വന്നിരിക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കേരളത്തിലെ സകല ജിഹാദികള്, സകല സുഡാപ്പികള്, സകല തീവ്ര ചിന്താഗതിക്കാര്, അകല മോദി വിരുദ്ധരും കൂടെ നിരന്ന് നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വട്ടപൂജ്യമായിരിക്കുമെന്നാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ തന്നെ സകല മോദി വിരുദ്ധരും കേരളത്തിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് എന്ന് പോലും അവർ മറന്നുകൊണ്ടായിരുന്നു നിരന്തരം വട്ടപൂജ്യമാണ് BJPക്ക് ലഭിക്കുക എന്ന് പറഞ്ഞിരുന്നത്. അവരൊക്കെ ഇപ്പോ എന്തോ പറയുന്നു. അവരൊക്കെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്ങനെയാണ് സഹിക്കുക? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? 3-ന് പകരം 30-ന്റെ പവറുമായിട്ട് ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാൻ ഇത്തവണ ഒരു പ്രതിപക്ഷം കേരള നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷം ഇല്ലാതെയായിരുന്നു മുന്നോട്ട് പോയത്. അപ്പോഴേക്ക് ആളുകൾ ചാടി വേണ്ടി ചോദിക്കൂ, പിന്നെ എങ്ങനെയാണ് ഇത്തവണ ജയിച്ചത് എന്ന്. ഇത്തവണത്തെ വിജയം എന്ന് പറയുന്നത്, ഇത്തവണത്തെ UDFന്റെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടുള്ള വലിയ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല. കൃത്യമായിട്ട് KK രാഗേഷ്, അതായത് കണ്ണൂർ CPMന്റെ ജില്ലാ സെക്രട്ടറി കേരള ജനതയോട് വിളിച്ചു പറഞ്ഞത് ഓർമ്മയില്ലേ? ന്യൂനപക്ഷ വർഗീയത നമ്മുടെ കേരളത്തിൽ ആളിപ്പടർത്താൻ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും സാധിച്ചോ? അതുകൊണ്ടാണ് UDF ഇത്രത്തോളം വലിയ വിജയത്തിലേക്ക് എത്തിയത് എന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിളിച്ചു പറഞ്ഞത്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ന്യൂനപക്ഷ വർഗീയത മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആളിപ്പടർത്തി എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റും ബോധമുള്ള ഒരു മലയാളിയും കാണൂല. അതുകൊണ്ട് തന്നെയാണ് UDF ഇത്രത്തോളം വലിയ വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. KM ഷാജിയുടെയൊക്കെ നിരവധി പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ മതി. എത്രത്തോളം വർഗീയത ആളിപ്പടർത്തിയിട്ടാണ് ഇത്തവണ UDF ഇത്രത്തോളം വലിയ വിജയത്തിലേക്ക് എത്തിയത് എന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ മികവ് കൊണ്ടല്ല ഇവർ ഭരണപക്ഷത്തേക്ക് എത്തിയത്. എന്നാൽ ഇനി വരുന്ന 5 വർഷം BJPയുടെ 3 MLAമാർ ജനങ്ങൾക്ക് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി വാദിക്കാൻ രംഗത്തുണ്ടാവും. മറ്റൊരു സുപ്രധാന ചരിത്രം പിറന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേരള നിയമസഭയിൽ രാജ്യവിരുദ്ധ നിലപാട്, ഐക്യകണ്ഠേന പാസാക്കൽ നടക്കാൻ പോകുന്നില്ല. ഒരു ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെക്കാം. പലസ്തീൻ, ഗാസ എന്ന് പറയുമ്പോഴേക്ക് കേരളത്തിലെ ഇടതും വലതും ഒരുമിച്ച് കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന അങ്ങ് പ്രമേയമൊക്കെ അങ്ങ് പാസാക്കൽ ഉണ്ടായിരുന്നു കേരള നിയമസഭയില്. ഇനി അത് നടക്കില്ല. തുല്യമായ നീതി. പലസ്തീനിലും ഇസ്രായേലിലും സാധാരണക്കാരുണ്ട്, ഇസ്രായേലിലും കുട്ടികളുണ്ട്, ഇസ്രായേലിലും സ്ത്രീകളുണ്ട്, ഇസ്രായേലിലും സാധാരണക്കാരുണ്ട്. 2 സ്ഥലത്തെയും സാധാരണക്കാർക്ക് ഒരുപോലെ സമാധാനം വേണമെന്നുള്ളത് ഇനി കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന പാസ്സാവൂ. ഇനി ഒരിക്കലും പലസ്തീന് വേണ്ടി മാത്രമുള്ള ഐക്യകണ്ഠേനയുള്ള പ്രമേയമൊന്നും ഇനി കേരള നിയമസഭയിൽ പാസ്സാവാൻ പോകുന്നില്ല. മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഐക്യകണ്ഠേന ഒരു കോപ്പിലെ പ്രമേയം പാസാക്കൽ ഉണ്ടായിരുന്നല്ലോ കേരള നിയമസഭയിൽ. ഇനി അതും നടക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള നിയമസഭയിൽ ഇനി 3 MLAമാരുണ്ടാവും ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ. ഇതൊക്കെ സകല കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് വലിയ മാറ്റാണ്. നരേന്ദ്രമോദി നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ട് ഒരു 1.5 പ്രസംഗം നടത്തിയിരുന്നു. ഞങ്ങൾ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നാണ് തുടക്കം കുറിച്ചത്.
1987 ആ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉയർത്തിക്കാട്ടെ ഞങ്ങൾ ഗുജറാത്തിൽ അധികാരത്തിലെത്തി. ആ ഗുജറാത്ത് മോഡൽ പറഞ്ഞ് ഞങ്ങൾ രാജ്യത്ത് അധികാരത്തിലെത്തി. അതേപോലെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തി. ഇവിടെയുള്ള വികസനങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ അധികം വൈകാതെ BJP അധികാരത്തിലേക്ക് എത്തുമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തലസ്ഥാന നഗരയിൽ നിന്ന് പ്രസംഗിച്ചത് വെറുതെയല്ല എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞില്ലേ. കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് മാത്രം 2 MLA-മാർ. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പൾസ് വ്യക്തമായിട്ട് ഡെപ്യൂട്ടി മേയർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിലേക്ക് എത്തിയ സമയത്ത് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ വന്നിട്ട് 3 മാസമേ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 5 വർഷത്തെ പ്രവർത്തന ഫലം നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് മനസ്സിലായി. അവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതുപോലെ നിയമസഭയിലും അവരൊരു മാറ്റം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 3 സീറ്റ് കിട്ടിയത്. 3 എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് 30-നേക്കാൾ വിലയുള്ളതാണ്. നമ്മൾ ഭരണത്തിൽ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് ഈ 3 MLA-മാർ നിയമസഭയിൽ ഉണ്ടാകും. BJP-യുടെ ശബ്ദമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേട്ടില്ലേ, ഈ BJP ലീഡറൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്ത. ഇവരൊക്കെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ലീഡേഴ്സാ. ഇവരാണ് തിരുവനന്തപുരത്ത് വെറും 3 മാസം കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ എത്തിയിട്ടും ആ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് തന്നെയാ ഈ 2 സീറ്റ് കോർപ്പറേഷൻ പരിധിയിൽ എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇനി ഇതേ ഇവര് തന്നെ കൃത്യമായിട്ട് വലിയ വികസനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് കേരളത്തിലുടനീളം ആ ഒരു കോർപ്പറേഷന്റെ മാറ്റത്തെ ഇവർ കൃത്യമായിട്ട് അറിയിക്കും. ഇവിടെയുള്ള അതായത് ഡെപ്യൂട്ടി മേയർ തിരുവനന്തപുരത്ത് വിജയിച്ചു വന്നിട്ടുള്ള BJP-യുടെ ഓരോ ലീഡേഴ്സിനെ കുറിച്ചും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ റിസൾട്ടൊക്കെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുണ്ടാവും. വളരെ വ്യക്തമായിട്ട് മതഭേദമന്യേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-യെ തിരുവനന്തപുരം ജനത പ്രതീക്ഷിക്കുക. അത്തരം നിരവധി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. BJP എന്താണ് എന്ന് കേരളം ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി കേരള നിയമസഭയിൽ കൃത്യമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് നിരീക്ഷിക്കും. BJP ലീഡേഴ്സ് എന്തിനു വേണ്ടിയാണ് വാദിക്കുന്നത്? ജനനന്മക്ക് വേണ്ടിയാണോ? ആ ജനനന്മക്ക് വേണ്ടി തന്നെയാണ് BJP ലീഡേഴ്സ് വാദിക്കുന്നത് എന്ന് കേരളം ഒന്നടങ്കം തിരിച്ചറിയുകയും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ 3 മാറി 30-ലധികവും ഭരണത്തിലേക്കും എത്താനൊന്നും അധിക കാലമൊന്നും ഇനി കേരളം കാത്തിരിക്കേണ്ട. യഥാർത്ഥത്തിൽ ഇന്ന് കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നതോടുകൂടിയിട്ട് കേരളത്തിലെ സകല മോദി വിരുദ്ധരുടെയും മോന്തക്ക് തന്നെയാണ് കിട്ടിയത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.